അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, ദുൽഹിജ്ജ മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ ബലിപെരുന്നാളിന്റെ ദിവസം. അന്നത്തെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമല് അത് ഉളഹിയ്യത്ത് കർമ്മമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യ, ആ ചരിത്രം അനുസ്മരിക്കാനും ആ ചര്യ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശക്തമായ സുന്നത്തായി നൽകിയ ഒരു ഇബാദത്താണ് ഉളഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. ഉളഹിയ്യത്ത് കർമ്മം അത് വല്ലാതെ ശ്രേഷ്ഠതയും പുണ്യവുമുള്ള ഒരു അമലാണ്. നാമൊക്കെ ഉത്ബുദ്ധവാന്മാരാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മാ ഹാദിഹിൽ അളാഹി, എന്നാണ് റസൂലേ ഈ ഉളഹിയ്യത്ത്? പുണ്യനബി മറുപടി കൊടുത്തു, സ്വഹാബത്തോട് സുന്നത്ത് അബീകും ഇബ്രാഹിം, അത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയാണ്. ഉടനെ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ലനാ ഫീ ഹാദിഹി, ആ സുന്നത്തായ സൽക്കർമ്മം ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് നബിയെ പ്രയോജനം? ഉളഹിയ്യത്ത് കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് നബിയെ എന്ന് ചോദിച്ചപ്പോ ഹബീബ് റിസാലത്തിന്റെ നാമം കൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ബികുല്ലി ശഅറത്തിൻ ഹസന, നിങ്ങൾ ഉളഹിയ്യത്ത് അറുക്കുന്ന മൃഗത്തിന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ ആ രോമക്കണക്കിന് നിങ്ങൾക്ക് നന്മയുണ്ട്, അതിന്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ടെന്നുള്ള ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം, പല രീതിയിലും മൃഗങ്ങളെ ബലിയറുത്ത്, മൃഗങ്ങളെ അറുത്ത് മാംസം ജനങ്ങളെ കൊണ്ട് ഭക്ഷിപ്പിക്കൽ പ്രതിഫലമുള്ള കാര്യമാണെങ്കിലും ഉളഹിയ്യത്ത് കർമ്മം എന്ന ബലിദാനം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒരുപാട് ശ്രേഷ്ഠതകൾ, പവിത്രതകൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു റസൂൽ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, അള്ളിമൂ ലഹായാകും ഫഇന്നഹാ അല സിറാത്തി മതായാകും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അള്ളിമൂ ലഹായാകും, നിങ്ങളുടെ ബലിമൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. നല്ല മാംസമുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള മൃഗങ്ങളെ ആയിരിക്കണം. എല്ലാ ബഹുമാന പുരസ്സരത്തിന് അതിന് നിങ്ങൾ കൊണ്ടുവരണം. കാരണം ഫഇന്നഹാ, തീർച്ചയായും ആ ഉളഹിയ്യത്തിന്റെ മൃഗമുണ്ടല്ലോ, അല സിറാത്തി മുതായാകും, നാളെ ആരാരും സഹായത്തിനില്ലാത്ത സമയത്ത് സിറാത്ത് എന്ന പാലത്തിലൂടെ, നരകത്തിന്റെ മീതെ നാട്ടപ്പെട്ട പാലത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോ ആ സിറാത്ത് എന്ന പാലത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള നമ്മുടെ വാഹനമാണ് ഈ ഉളഹിയ്യത്തിന്റെ മൃഗം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ദുനിയാവിൽ നമുക്ക് പല രീതിയിൽ വാഹനങ്ങളുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ, അതുപോലെ 4 ചക്രമുള്ള വാഹനങ്ങൾ, വില കൂടിയതും വില കുറഞ്ഞതുമായി പല മോഡൽ, പല രീതിയിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മള്. ദുനിയാവിന്റെ എല്ലാ ആഡംബരങ്ങളും അതിന്റെ എല്ലാ സൗകര്യങ്ങളും വാഹനം കൊണ്ട് നാം നടത്തുമ്പോ നാളെ ആഖിറത്തിലേക്ക്, നാളെ ആഖിറം എന്ന ആ ലോകത്തേക്ക് നമുക്ക് എന്ത് വാഹനമാണുള്ളത് എന്ന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സമയമാണ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാളെ ആഖിറത്തിലേക്ക് നമുക്കൊരു വാഹനം വേണം. അതിന് ഉളഹിയ്യത്ത് കർമ്മം നമ്മൾ ചെയ്തേ തീരൂ. കഴിവിന്റെ പരമാവധി സാമ്പത്തിക ശേഷിയുള്ളവരെല്ലാം ഉളഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ മൻ ഖറബ ഖുർബാൻ ഇദാ ഖാമ ഫീ ഖബ്രിഹി, നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഖിയാമത്ത് നാൾ ദിവസം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, സന്ദർഭമുണ്ടല്ലോ. നമ്മള് ആ സമയത്ത് ഖബറിൽ നിന്നും ഈ ഉളഹിയ്യത്ത് അറുത്ത മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഈ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ കാണാൻ ഒരു മൃഗം നിൽക്കുന്നു. ഈ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ഖബറിന്റെ തലഭാഗത്ത് നിൽക്കും. ഈ ഖബറാള് ഈ മൃഗത്തിനെ കാണുകയാണ്. കാണുന്ന സമയത്ത് ഖബറാള് ചോദിക്കും, നീ എന്തൊരു വസ്തുവാണ്, നീ ആരാണ്, നീ എന്താണെന്ന് ചോദിക്കുമ്പോ ഇന്നേക്കാൾ ഭംഗിയുള്ളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നീ ആരാണെന്ന് ചോദിക്കുമെന്ന്. ആ സമയത്ത് ആ തലഭാഗത്ത് നിൽക്കുന്ന മൃഗം പറയുമത്ര, ഞാൻ നീ ഉളഹിയ്യത്ത് അറുത്ത മൃഗമാണ്.
അതുകൊണ്ട് നീ എന്റെ മുതുകിൽ കയറുക എന്ന് പറഞ്ഞ് കബറാളികളായ ഉളഹിയത്തറുത്ത മനുഷ്യരെ ആ മൃഗത്തിന്റെ തോളിലേറ്റ് മുതുകിലേറ്റ് അള്ളാഹുന്റെ അർശിന്റെ തണലിൽ കൊണ്ടുപോയി ഇറക്കുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നാളെ സിറാത്ത് എന്ന പാലത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഖിയാമത്ത് നാളിന്റെ ദിവസം നമ്മുടെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് സഞ്ചരിക്കുന്ന സഞ്ചാരത്തിനും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന വാഹനമാണ് നമ്മുടെ ഉളഹിയ്യത്ത് എന്ന വാഹനം. മഹാനായ തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാമല്ലോ, പെരുന്നാൾ ദിവസം ബലിപെരുന്നാളിന്റെ ദിവസം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അത് ഉളഹിയ്യത്ത് കർമ്മമാണ്. അള്ളാഹുവിന് വേണ്ടി അള്ളാഹു സുന്നത്താക്കിയ സൽഖമം എന്ന രീതിയിൽ മൃഗത്തെ അറുക്കലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബായി കണ്ടുകൊണ്ട് നിങ്ങൾ നല്ല നിയ്യത്തോടുകൂടെ അറുക്കണം. ഒരാളെ ബോധിപ്പിക്കാനോ ഒരാളെ മുമ്പിൽ ഞാൻ ഉളഹിയ്യത്തറുക്കുന്ന വ്യക്തിയാണെന്ന് തോന്നിപ്പിക്കാനോ അല്ല. ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണ്, ഇത് ഇബ്രാഹിം നബിയുടെ ചെടിയാണെന്ന് മനസ്സിലാക്കി ഇതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന ഉറപ്പോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ നമ്മൾ ഉളഹിയ്യത്ത് കർമ്മത്തിന് മുന്നിട്ട് വേണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇത് നിസ്സാരമായ കേവലം സുന്നത്ത് എന്ന് നമുക്ക് തള്ളാൻ പറ്റാത്ത സാഹചര്യമാണ്. നമുക്ക് ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബിൽ ഈ ഉളഹിയ്യത്ത് മുഅക്കദായ ശക്തിയായ സുന്നത്തുള്ള കാര്യമാണ്. എന്നാൽ മഹാനായ ഹനഫി ഇമാമിന്റെ അഭിപ്രായ പ്രകാരം ഉളഹിയ്യത്ത് അറുക്കാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അതറുക്കാതിരിക്കൽ ഹറാമാണ്, ഉളഹിയ്യത്ത് അറുക്കൽ നിർബന്ധമാണ്. അതിന്റെ അവർ കാരണം പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസുകളാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ആരെങ്കിലും ഉളഹിയ്യത്ത് കർമ്മത്തിന് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അവൻ ഉളഹിയ്യത്ത് കർമ്മം അറുക്കാൻ തയ്യാറായില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ലാതെ മരിച്ചു പോകട്ടെ എന്ന ഹദീസ് കാണാം. ആരെങ്കിലും ഉളഹിയ്യത്ത് കർമ്മത്തിന് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ഉളഹിയ്യത്ത് അറുത്തില്ലെങ്കിൽ അവൻ ഈ ദിവസം പെരുന്നാൾ ദിവസം അത് നിസ്കരിക്കാൻ പെരുന്നാൾ നിസ്കാരത്തിന് നമ്മോടുകൂടെ കൂടേണ്ടതില്ല എന്ന ഹദീസ് കാണാം. ഒരു സുന്നത്തായ കാര്യം ഇത്ര ഗൗരവത്തിൽ നബി പറയില്ലല്ലോ എന്ന രീതിയിൽ ഹനഫി ഇമാം പറയുന്നു അത് നിർബന്ധമാണ് സാമ്പത്തിക ശേഷി ഉള്ളവർക്കെന്ന്. അപ്പൊ നിസ്സാരമായി തള്ളേണ്ട ഒരു അമലല്ല, നമുക്ക് ഗൗരവത്തിൽ കണ്ടുകൊണ്ട് സാമ്പത്തികമായ ശേഷിയുള്ളവരൊക്കെ ഈ ഉളഹിയ്യത്ത് കർമ്മം അത് ചെയ്യേണ്ടതാണ്. ഉളഹിയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉളഹിയ്യത്തിന്റെ മൃഗത്തിനെ വാങ്ങാൻ പോകലും അതിനുവേണ്ടി സംസാരിക്കലും വിലപേശലും അതിനെ മേടിച്ചു കൊണ്ടുവരലും അതിന് ഭക്ഷണം നൽകലും വെള്ളം നൽകലും അതിനെ അറുക്കുന്നതുവരെ നോക്കുന്നതും അതിനു വേണ്ടിയുള്ള ഓരോ സംസാരവും അതെല്ലാം തസ്ബീഹാണ്, ഇബാദത്താണെന്ന് മഹാന്മാർ പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള അമല്, നമുക്ക് ഒരുപാട് ആഖിറത്തേക്ക് മുതൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു അമലാണ് ഉളഹിയ്യത്ത് എന്ന് മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഒന്നറുക്കാൻ കഴിയുന്നവർ അങ്ങനെ, അല്ലാത്തവർ ഒരു വരിയോ രണ്ടോരിയോ ഒക്കെ കൂടി ഉളഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കണം. അല്ലാഹു നമുക്കതിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ ഉളഹിയ്യത്ത് എന്ന മൃഗത്തിന്റെ മേലെ കയറി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. السلام عليكم ورحمة الله تعالى وبركاته. 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 الله